സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്കെന്തോ ഒരു ഭയം പോലെ. നമ്മൾ എന്തിനാച്ചാ ഭയപ്പെടുന്നേ? ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞില്ലേ, അവരെന്തായാലും വിളിച്ചതല്ലേ, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷേ ഏട്ടത്തെ അവരിതുപോലെ സ്നേഹത്തോടെ വിളിച്ചപ്പോഴൊക്കെ അതിന് പിന്നിലൊരു ചതി ഉണ്ടായിരുന്നു. ഏട്ടത്തി പറയുന്ന പോലെ അത്ര പാവമൊന്നുമല്ല അവര്. കാര്യം കാണാൻ വേണ്ടി സ്നേഹം നടിക്കുന്നതാ. അതേ മോളെ, ഇവിടെ വന്ന് തേനേ പാലേന്ന് പറഞ്ഞ് നമ്മളെ ക്ഷണിച്ചിട്ട് അവരുടെ വീട്ടിലും എത്തിച്ചിട്ട് ചെയ്തതെന്താന്ന് മോക്കറിയാലോ. ഞാനൊന്നും അങ്ങനെ മറന്നിട്ടില്ല അച്ഛാ. എന്തിനും അടിക്കാത്ത ചന്ദ്രലേഖയും അവരുടെ അച്ഛനോ ഇപ്പൊ അവരുടെ കൂട്ട്. അത് എന്റെ പേടി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ നിത്യമോളെ? നമുക്കിവിടെ ജീവിക്കണ്ടേ? എന്തായാലും ഇനി ഭയന്ന് പിന്മാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. കള്ളക്കേസിൽ കുടുക്കി അച്ഛനെ ജയിലിലിട്ടതോടെ നമ്മൾ പേടിച്ചു എന്നാവും അവർ കരുതിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഭീഷണിയായി വന്നാൽ നമ്മൾ മുട്ടുമടക്കുമെന്നും കരുതുന്നുണ്ടാവും. ഭീഷണി അല്ലെങ്കിൽ പ്രലോഭനം, രണ്ടും അവര് കുറെ നാളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതെ അച്ഛാ, അതാ ഞാൻ പറഞ്ഞത് ഒന്ന് പോയി നോക്കാമെന്ന്. മോളെ, സിദ്ധുവിനോടൊന്ന് വിളിച്ച് പറയണ്ടേ? പറയാച്ചാ, പക്ഷെ ഇപ്പൊ വേണ്ട. ആദ്യം പ്രേമേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് സിദ്ധു അറിഞ്ഞാ മതി. എന്നാലും മോളൊന്ന് സൂക്ഷിക്കണം. സൂക്ഷിക്കാച്ചാ. എല്ലാവരുടെയും മുമ്പിൽ നെഞ്ചും വിരിച്ചെന്ന് ഡയലോഗ് അടിക്കുന്ന നമ്മുടെ അച്ഛന്റെ പേടി കണ്ടോ നിത്യമോളെ? എന്റെ പൊന്നച്ചാ, ഞാൻ നഴ്സറി കുട്ടിയൊന്നും അല്ല ആരെയും കണ്ട് പേടിക്കാൻ. പോയി കണ്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് ഞാനിങ്ങി വരും. മക്കളത്ര വളർന്നാലും അച്ഛനമ്മമാർക്ക് അവര് കുട്ടികൾ തന്നെയാ മോളെ. മക്കള് പുറത്തേക്ക് പോയാ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിലൊരു പെടച്ചില്ല. ഒരുപാട് അനുഭവിച്ച അച്ഛന്റെ വിങ്ങലെ മക്കൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ അച്ഛന്റെ 2 പെൺമക്കളും ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. എനിക്കിപ്പോ ജീവിതത്തിലുള്ള പ്രതീക്ഷയ എന്റെ ഈ 2 പെൺമക്കള്. പിന്നെ അച്ഛാ, ഞാൻ വരുന്നത് വരെ അച്ഛൻ നിത്യമോളുടെ അടുത്ത് തന്നെ കാണണം കേട്ടോ. ആ കുറുക്കൻ രാവിലെ തൊട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവന്റെ നോട്ടവും ഭാവവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ. നിത്യമോടെ കാര്യം ഓർത്ത് മോള് പേടിക്കണ്ട. ഞാൻ മോടെ അടുത്ത് തന്നെ കാണും. ഇനി പുതിയ പ്ലാനിങ്ങുമായിട്ട് അവൻ വന്നാലേ അടിച്ചവന്റെ തല പൊളിക്കും ഞാൻ. ആ മോളെ, കൃഷി ഓഫീസിൽ നിന്ന് ജോർജ് സാറാ. ആ ജോർജ് സാറേ, പറ. മോളെ, എടുത്ത് പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാമേ. നിക്കടി അവിടെ. എങ്ങോട്ടാ ഈ നേരത്തെ പുതിയ ബാഗും തൂക്കിക്കൊണ്ട്? ഞാനൊന്ന് പുറത്തു പോവാം മുത്തശ്ശി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ധിക്കാരം? അച്ഛനോട് പറഞ്ഞാ പിന്നെ എന്തു ആവാവുന്ന. ഈ വീടിന്റെ എല്ലാമായ, ഈ വീടിന്റെ അധികാര കേന്ദ്രമായ, ഈ വീടിന്റെ ഹൈക്കമാൻഡായ മുത്തശ്ശിയോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കണ്ടേ? ശരത്തെ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിക്കല്ലേ. നീ നിന്റെ കാര്യം നോക്കി പോയേ. അല്ല, ശരത്ത് പറഞ്ഞതിൽ എന്താ തെറ്റ്? അച്ഛനോട് പറഞ്ഞു എന്ന ഒരൊറ്റ ന്യായീകരണത്തില് ദേവികയ്ക്ക് ഏത് സമയത്തും ഇറങ്ങിപ്പോകാം, ഏത് സമയത്തും കേറി വരാം, അല്ലേ? അമ്മ, ഞാൻ അമ്പലത്തിൽ പോവാ. കൊട്ടക്കണക്കിന് അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഇഞ്ഞു വരും.
എടി പെണ്ണേ, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ കാണുമ്പോഴേ ദൈവം രണ്ടു കൈ കൊണ്ട് ചെവി പൊത്തും, നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ. സാരല്ല മുത്തശ്ശി, ദൈവത്തിന്റെ കണ്ണുകള് തുറന്നിരിക്കുമല്ലേ. എന്റെ മനസ്സിലേക്ക് നോക്കി എന്താണ് എന്റെ ഉള്ളിലെ പ്രാർത്ഥന എന്ന് ദൈവം പിടിച്ചെടുത്തോളും. ആ, ഇത്തരം നാക്കൊണ്ടാണ്ട് പിന്നെ നരി പിടിക്കത്തില്ല. ആടാ, നല്ല മൂർച്ച കൂടിയ നാക്ക് തന്നെയാ. എന്റെ നാക്കിന്റെ ചൂടും കൈയുടെ ചൂടും ഒക്കെ നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന ആളാ സംസാരിക്കുന്ന കേട്ടില്ലേ? ധിക്കാരവും അഹങ്കാരവും മാത്രം. എന്താ പാർവതി? മനോഹരേട്ടൻ പിന്നെ കൃത്യസമയത്ത് രക്ഷകനായി അവതരിക്കുമല്ലോ. അങ്ങനെ വേണമല്ലോ. നീ കേട്ടിട്ടില്ലേ പാർവതി, ഭൂമിയിൽ അക്രമവും തിന്മയും നിറഞ്ഞാടാൻ തുടങ്ങുമ്പോൾ അവതാരങ്ങൾ പിറവിയെടുക്കുമെന്ന്. അതുപോലെ എൻ്റെ വീട്ടിൽ എവിടെ വിഷപ്പാമ്പുകൾ തലപൊക്കിയാലും അവിടെ ഈ മനോഹരനെത്തും. അതെ, എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ എന്റെ ദൈവം എന്റെ അച്ഛനാ. എവിടേക്ക് പോവാന്ന് മുത്തശ്ശി ഒന്ന് ചോദിച്ചതിന്റെ ബഹളമാണോ ഈ കാണുന്നത്? എവരെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാ അതിന്റെ പഴിയും മറ്റുള്ളവർക്കായിരിക്കും. അത് ശരിയാ. ഇവിടെ ഇപ്പോ ഈ ഞാൻ വരെ മുത്തശ്ശിയുടെ അനുവാദം ചോദിച്ചിട്ടാ പുറത്തു പോകുന്നത്. പിന്നെ എവർക്കെന്ത് ചോദിച്ചാല് എവരെ ആ വക്കീലിനെ കാണാൻ പോകുന്നതായിരിക്കും, സിദ്ധാർത്ഥനെ. ആണെങ്കിൽ നിനക്കെന്താടാ? അതെ, ദേവികമോക്ക് ഇഷ്ടമുള്ളവരെ കാണും. അത് ചോദിക്കാൻ നീ ആരടാ മോനെ? ശരത്തേട്ടൻ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. അപ്പോ ശരത്തേട്ടന് ചോദിക്കാം, അങ്ങനെ ഇഷ്ടമുള്ളവരെ കണ്ട് ഇഷ്ടം പോലെ ജീവിക്കാൻ അച്ഛൻ എന്തിനാ ഇവരെ സമ്മതിക്കുന്നത്? എടി മോളെ, നീ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ഇപ്പോഴേ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറണ്ട കേട്ടോ. ആ മോളെ, എന്നാ പോയിട്ട് വാ. ഞാൻ നിനക്ക് ചെയ്തെന്ന ഉപകാരമൊന്നും നീ ഓർക്കുന്നില്ലായിരിക്കും. അതിന് നന്ദിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല.